ഒന്ന് സഹായിച്ചു കൊടുക്കുക, ഒന്ന് കൈ പിടിച്ച് സഹായിച്ചു കൊടുക്കും. പിഴയും നേരവും അങ്ങേ അഭയം ഒന്ന് കെട്ടിപ്പിടിച്ചു, ഒന്ന് കെട്ടിപ്പിടിച്ചോ, ഒന്ന് കെട്ടിപ്പിടിച്ചു, ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കും, ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കും. എല്ലാ പ്രയാസവും നീങ്ങട്ടെ, എല്ലാ വേദനകളും മാറട്ടെ. കാൽവരിയിലെ ഈശോ ചെറിയ പരിശുദ്ധമായ രക്തം കൊണ്ട് സകലരെയും കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. പെട്ടോ ശാന്തമായിട്ടിരിക്കാം. ഏറ്റുചൊല്ലാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവരെ ഈ മലമുകളിലേക്ക് വിളിച്ചു. മർക്കോസിന്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ഈശോ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ പക്കലേക്ക് വിളിച്ചു. വിളി സ്വീകരിച്ചവർ യേശുവിൻ്റെ പക്കലേക്ക് കടന്നു ചെന്നു. എന്തിനു വേണ്ടിയാണ് ഈശോ അവരെ തൻ്റെ പക്കലേക്ക് വിളിച്ചത്? തന്നോടുകൂടി ആയിരിക്കാൻ, പ്രസംഗിക്കാൻ അയക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, രോഗികളെ സുഖപ്പെടുത്തുവാൻ അവൻ 12 പേരെ തെരഞ്ഞെടുത്തു. നാം ആഗ്രഹിച്ചതല്ല ഈ ധ്യാനം, പക്ഷെ ദൈവം എന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഞാൻ യേശുവിനെ തിരഞ്ഞെടുക്കുകയല്ല, പറഞ്ഞേ, യേശു. നമ്മുടെ കഴിഞ്ഞ കാലത്തിലേക്കൊന്ന് ഓർത്തു നോക്കിയേ. നമുക്ക് ഈ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള വല്ല യോഗ്യതയുണ്ടാ? ഇല്ല. എന്നിട്ടും കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് ഇങ്ങനൊരു സമൂഹമാക്കി നമ്മളെ അവിടെ ഒരു കൂടിൻ്റെ അകത്ത് സൂക്ഷിക്കുകയാണ്, ഒരു കുറവുമില്ലാതെ. നമ്മൾ പലരും നട്ടലിന് തകർച്ചയുള്ളവരെ, തേയ്മാനമുള്ളവരെ, കയ്യിന് കാലിന് വേദന